എറണാകുളം പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കൽ നടപ്പിലാക്കുകയല്ലാതെ സർക്കാരിന് മറ്റു മാർഗമില്ലെന്ന ഹൈക്കോടതി. പ്രശ്നം പരിഹരിക്കാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന സർക്കാർ ആവശ്യം കോടതി അംഗീകരിച്ചു. ജനിച്ച മണ്ണ് വിട്ടുപോകാനില്ലെന്നാണ് പാരിയത്തുകാരി നിവാസികളുടെ പ്രതികരണം. കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായ പോലീസ് ഇടപെടലുകൾക്ക് പിന്നാലെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ സർക്കാർ സാവകാശം തേടിയത്. ക്രമസമാധാന പ്രശ്നവും സാങ്കേതിക കാരണങ്ങളും കോടതിയിൽ സർക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഉത്തരവ് നടപ്പാക്കാതെ കഴിയില്ല എന്ന നിലപാടായിരുന്നു ഹൈക്കോടതിയുടേത്. സാങ്കേതികത പറയുകയല്ല, വിധി നടപ്പാക്കുകയാണ് വേണ്ടതെന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ആവശ്യപ്പെട്ട 2 ആഴ്ചത്തെ സാവകാശം കോടതി അനുവദിച്ചു. പിറന്ന ഭൂമിയിൽ നിന്ന് പടിയിറങ്ങാനാകില്ലെന്ന് പ്രദേശവാസികൾ. എന്ത് വിധി നടപ്പാക്കിയാലും ഞങ്ങളിവിടുന്ന് അറിയുമ്പോഴൊക്കെ ഉണ്ടാവൂല. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാൻ തന്നെ തയ്യാറായിട്ടുള്ളതാണ്. ഞങ്ങൾ ജനിച്ച മണ്ണാണ്, വേറെ എങ്ങും വന്നതല്ല, വന്ന് താമസിക്കുന്നതല്ല. എനിക്ക് 74 വയസ്സായി. അന്നൊടുങ്ങി ജീവിക്കുന്നതാണ് ഞാൻ. എങ്ങോട്ട് പോകും? ഞാൻ എൻ്റെ മക്കളെ പോകുന്നു. വിഷയത്തിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടണമെന്ന് പാരിയത്തുകാവ് നിവാസികൾക്കായി ഹാജരായ അഭിഭാഷകൻ KY സുധീന്ദ്രൻ. ഈ 2 ആഴ്ചക്കകം ഭരണകൂടം അവിടെ താമസിക്കുന്ന 7 കുടുംബങ്ങൾക്ക് അനുകൂലമായ, ആ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ഏത് തീരുമാനവും എടുക്കാൻ ഏതറ്റവും വരെ പോകും എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. പ്രതിഷേധ പന്തലിൽ ഇന്നെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുത്തങ്ങയുടെ മിനി പതിപ്പാണ് പോലീസ് നടത്തിയതെന്ന് ആരോപിച്ചു. മുത്തങ്ങേന്റെ വേറൊരു പതിപ്പാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തത്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിയിറക്കുക എന്നുള്ളതാണ്. കോടതി ഇടപെട്ട് സാവകാശം നൽകിയെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.